നമസ്കാരം. ധനുസ് പീസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള പീസ് 2025 നടത്തിയ വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ ഫൈനൽ ആൻസർ അപ്പോൾ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയ്ക്ക് വളരെ പ്രയോജനകരമാകുന്ന ചോദ്യങ്ങളായിരിക്കും നമുക്ക് നോക്കാം. ഒരു മാതൃകയാക്കി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്യുക. ഓക്കെ, ചോദ്യങ്ങൾ നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വോൾട്ടെയർ, മോണ്ടസ്ക്യൂ, റൂസോ, ലൂയി 14. ആൻസർ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോ. നെക്സ്റ്റ് വൺ. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്? ഓപ്ഷൻസ്: മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, അനിഴം തിരുനാൾ, വിശാഖം തിരുനാൾ. ആൻസർ ആയില്യം തിരുനാൾ. വർഷം 1865. 1865 പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ആയില്യം തിരുനാൾ. നെക്സ്റ്റ് ചോദ്യം. റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏതാണ്? ആൻസർ 1917. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു. 1, 3 ആൻസർ. തെറ്റായ പ്രസ്താവന 1, 3. ബാക്കി നമുക്ക് നോക്കാം. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമൻ. അവധിലും ലക്നൌവിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഒന്നുകൂടി ഓർപ്പിക്കുക. ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ രണ്ടാമൻ, അവധ് ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1857 വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ആൻസർ വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭു. നെക്സ്റ്റ് വൺ. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത്? ആൻസർ വൈക്കം സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈക്കം സത്യാഗ്രഹം. വൈക്കത്തിൻ്റെ വർഷം എത്രയാണ്? 1924 അല്ലേ? അപ്പോൾ 100 വാർഷികം ആഘോഷിക്കുന്നത് 24. നെക്സ്റ്റ് ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരം നമുക്ക് വർഷം അറിയാം. വർഷം 1936 ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. ഗുരുവായൂർ 31. ദെൻ കയ്യൂർ സമരം എന്നാണ്. കയ്യൂർ സമരം 1941. ഒന്നുകൂടി, വൈക്കം സത്യാഗ്രഹം 1924. ക്ഷേത്രപ്രവേശന വിളംബരം 36. ഗുരുവായൂർ സത്യാഗ്രഹം 31. കയ്യൂർ 41. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 2009 ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, 3ാമത്തെ പ്രസ്താവന. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും തമ്മിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് 2009 ഡിസംബറിൽ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയതിന് വേണ്ടിയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകലും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, എന്നായിരുന്നു വർഷം 2009 ഡിസംബറാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 8ാമത് നമുക്ക് വിടാം. 9. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 ഉച്ചകോടി G20 രാജ്യക്കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3ാമത്തെ ശരി.
ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി 2023 ന്യൂഡൽഹിയിൽ വെച്ച് കൂടിയ G20 ഉച്ചകോടി രാജ്യക്കൂട്ടായ്മയിൽ മുദ്രാവാക്യം എന്താണ്? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി അല്ലേ? 23 ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്ക് സംവിധാനം ചെയ്ത ചലച്ചിത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ട്രെയിൻ ടു പാകിസ്ഥാൻ. പമേലു റൂക്സ് ട്രെയിൻ ടു പാകിസ്ഥാൻ. നെക്സ്റ്റ് വൺ, ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബഗ്ലിഹാർ അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ചിനാബ്. ഓപ്ഷൻ ഡി, ചിനാബ്. ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ്. അങ്ങനെയാണെങ്കിൽ പോങ് ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോങ് ഡാം ബിയാസ് ആണ്. പോങ് അണക്കെട്ട് ബിയാസ് ആണ്. ബഗ്ലിഹാർ ഡാം ചിനാബ് ആണെങ്കിൽ പോങ് ബിയാസ് ആണ്. ഓക്കെ, പോങ് ഡാം ബിയാസിലാണ്. പോങ് ഡാം ബിയാസിലാണ്. നെക്സ്റ്റ് വൺ, 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം, ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഓക്കെ, അപ്പോൾ ഷിപ്മെൻറ്റ് തുറമുഖം, ഓട്ടോമേറ്റഡ് തുറമുഖം, ഏക ഇന്ത്യൻ തുറമുഖം, ആഴമേറിയ ബ്രേക്ക് വാട്ടർ. ഇത്രയുമാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത. ഇത് ഓരോ ഫാക്ട്സാണ് ചോദിക്കാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 4-ാമത്തതാണ് ബന്ധമില്ലാത്തത്. കാർവേ കമ്മിറ്റി ബന്ധമില്ലാത്തതാണ്. ഓക്കെ, ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയം 1991 ആരംഭിച്ചു. ആഗോളവൽക്കരണം പറയുന്നുണ്ട് അവിടെ, ആഗോളവൽക്കരണം. നെക്സ്റ്റ്, നരസിംഹം റിപ്പോർട്ടും അവിടെ ഇതിനെപ്പറ്റി ഏത് സാമ്പത്തിക നയത്തെ പറ്റി പറയുന്നുണ്ട് അല്ലേ? കാർവേ കമ്മിറ്റി വനിതകളുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഓർത്തു വച്ചേക്കുക. നെക്സ്റ്റ് ചോദ്യം, ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ട്രിറ്റിക്കം ഈസ്റ്റിവം ഏതിൻ്റെ ശാസ്ത്രനാമമാണ്? ട്രിറ്റിക്കം ഈസ്റ്റിവം. ആൻസർ ഗോതമ്പ്. ആൻസർ ഗോതമ്പ്. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റിവം. അതിന് 2 പാർട്ട് ഉണ്ടാകും. ഒരു ജീനസ് പാർട്ടും ഉണ്ട്, ഒരു സ്പീഷീസ് പാർട്ടും ഉണ്ടായിരിക്കും അല്ലേ? ജീനസ് പാർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങിയിരിക്കും അല്ലേ? നെക്സ്റ്റ് പാർട്ട് സ്പീഷീസ് പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ നെല്ലിൻ്റെ എന്താണ്? ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവ. നെല്ലിൻ്റെത് സറ്റൈ 2 ഉണ്ട്. സറ്റൈവ, ഒറൈസ സറ്റൈവയാണ് നെല്ലിൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? 1935 സ്ഥാപിതമായി. ബാങ്കുകളുടെ ബാങ്കാണ് അല്ലേ? ആസ്ഥാനം മുംബൈയാണ്. ഈ 3 ഫാക്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഇല്ല. ഓക്കെ, 35 സ്ഥാപിതമായി. ബാങ്കുകളുടെ ബാങ്കാണ്. ആസ്ഥാനം മുംബൈയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഏഷ്യൻ ഗെയിംസ് 2023 ആയി തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഏഷ്യൻ ഗെയിംസ് 2023 ശരിയല്ലാത്തത് ഏത് പ്രസ്താവനയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശരിയല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസ് 2023 പറയുമ്പോൾ ഇന്ത്യ 28 സ്വർണം നേടിയിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസ് 2023 എന്ന് പറയുമ്പോൾ ഇന്ത്യ 28 സ്വർണം നേടിയിട്ടുണ്ട്. ചൈനയിലെ ഹാങ്ഫൂലാണ് നടന്നത്. ഏഷ്യൻ ഗെയിംസ് 2023 ചൈനയിലെ ഹാങ്ഫൂലാണ് നടന്നത്. അടുത്തത് ജപ്പാനിൽ നടക്കും.
23 ചോദ്യങ്ങളും കറണ്ട് അഫെയർ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ട്രെൻഡിങ് ആയി ചോദിക്കുന്നതുകൊണ്ട് പഠിച്ചു വെച്ചേക്കാം. ഒന്നുകൂടി, ഏഷ്യൻ ഗെയിംസ് 2023 അന്ന് ഇന്ത്യ 28 സ്വർണം നേടിയിട്ടുണ്ട്. ഹാങ്ഫുവിൽ നടന്നു, ചൈനയിലെ ഹാങ്ഫു അല്ലേ നടന്നു. ഓക്കെ, അടുത്ത ജപ്പാൻ നടക്കും 26. നെക്സ്റ്റ് വൺ. അപ്പോൾ അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, രണ്ടാമത്തതാണ് ശരിയല്ലാത്തത്. ഓക്കെ, ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു, ഡോക്ടർ സ്വാമിനാഥൻ നയിച്ചു, രാസവളം, കീടനാശിനി എന്നിവയുടെ ഉപയോഗം വർദ്ധിച്ചു. നെക്സ്റ്റ് വൺ. അമൃതകാൽ എന്ന ആശയവുമായി ബന്ധമില്ലാത്തത്? അതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് കമൻറ്റ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെത് കുറച്ച് എന്താ പറയുക, ഒന്ന് ആരെങ്കിലും കാണുന്നെങ്കിൽ അതൊരു ബെനിഫിറ്റും കൂടിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയെ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത്? ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, 1946 ഡിസംബർ 9. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉമാണ് ശരി പ്രസ്താവനകൾ. വിദ്യാഭ്യാസം 86ാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ആൻസർ അമേരിക്ക. ആൻസർ അമേരിക്ക. നീതിന്യായ പുനരവലോകനം അമേരിക്ക. അയർലൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? അടിയന്തരാവസ്ഥകൾ, അയർലൻഡ്. നെക്സ്റ്റ് വൺ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 324. നെക്സ്റ്റ് വൺ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെക്കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം 1ഉം 2ഉമാണ്. ഇത് മാത്രം പഠിക്കുക. 73 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല. ഓക്കെ, ആ ഒരു ഫാക്റ്റ് മാത്രം പഠിക്കുക. 73 സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ പെടുന്നതല്ല എന്ന് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ സ്വത്തവകാശം എന്ന് പറയുമ്പം 42 അല്ല 44ാം ഭേദഗതി നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. 200A അല്ല 300A ആണ്. ഓക്കെ, അത്രയും കറക്റ്റാക്കി ഒന്ന് വായിക്കുക. നെക്സ്റ്റ് വൺ. വോട്ടവകാശം 21 നിന്നും 18 വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ 1989 61ാം ഭേദഗതി. 89 61ാം ഭേദഗതി. നെക്സ്റ്റ് വൺ. സംസ്ഥാന ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഇതൊന്നും ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, വെറുതെ ഇപ്പം ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നെക്സ്റ്റ് ചോദ്യം, ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫെബ്രുവരി 2 നെക്സ്റ്റ് വൺ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1ഉം 2ഉമാണ് ചേരുന്നവ. നെക്സ്റ്റ് വൺ. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം എന്താണ്? 2007 മെയ് 4. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. നെക്സ്റ്റ് വൺ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്?
അപ്പോൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം ഏതാണ്? ആൻസർ 2007 മെയ് 4 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആൻസർ 94 ഏപ്രിൽ 23. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. 94 ഏപ്രിൽ 23. നെക്സ്റ്റ് ചോദ്യം. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കണ്ടുവരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹീമോസോയിൽ. ഹീമോസോയിൽ. നെക്സ്റ്റ്. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ആൻസർ എലീസ ടെസ്റ്റ്. എലീസ ടെസ്റ്റ്. എലീസ ടെസ്റ്റാണ്. നെക്സ്റ്റ് വൺ. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ആൻസർ IgA ആണ്. IgA ആണ്. നെക്സ്റ്റ് വൺ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ആൻസർ ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഗ്ലൂക്കോസിൻ്റെ നില പറഞ്ഞ് 110 വരുന്നുണ്ട്, നമുക്ക് 80-120 നോർമൽ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ നിറയ്ക്കും ഇൻസുലിനും ഗ്ലൂക്കഗോണും അല്ലേ, രണ്ട് ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ അത് ആഗ്നേയഗ്രന്ഥിയുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അപ്പോൾ നോർമൽ ലെവൽ 80-120 അല്ലേ സാധാരണഗതി പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഈ രണ്ട് ഹോർമോണും ചേർന്ന് എന്ത് ചെയ്യുക, ഈ ഒരു നോർമൽ ലെവൽ നിലനിർത്തിക്കൊണ്ട് പോരുക. ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവല്ലേ, ഗ്ലൂക്കോസിനെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഗ്ലൂക്കോഗോൺ ശരിക്കും എന്താ ചെയ്യുക, നമ്മുടെ ബോഡിയിൽ സംഭരിച്ച് വെച്ചേക്കുന്ന ഗ്ലൈക്കോജൻ ഉണ്ടല്ലോ, അങ്ങനെ സംഭരിച്ചിട്ടുണ്ട്. ആ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ഉപകരണം അല്ലെങ്കിൽ ഹോർമോണാണ് എന്ത്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്ന ആളാണ് എന്ത്, ഗ്ലൂക്കോഗോൺ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസാക്കി വരുന്നത് എന്താണ്, ഇൻസുലിനുമാണ്. ഇൻസുലിൻ എടുക്കാമെന്നല്ലേ പറയുക. അപ്പോൾ രണ്ട് ഹോർമോൺ എന്താ ചെയ്യുക, ഈ 88-120 എന്ന് പറയുന്ന ആ ഒരു നോർമൽ ലെവൽ അതിൽ നിന്ന് കുറയാനും പാടില്ല കൂടാനും പാടില്ല, ആ ലെവലാക്കി മെയിൻറ്റെയിൻ ചെയ്യുക, സൂക്ഷിച്ചു വെക്കുന്ന ആരാണ്, ഈ രണ്ട് ഹോർമോൺസാണ്. ഇവരെവിടെ നിന്ന് വരുന്നു, ആഗ്നേയഗ്രന്ഥിയാണ് പുറപ്പെടുവിക്കുക. ആഗ്നേയഗ്രന്ഥിയുടെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നായിരിക്കും ഈ രണ്ട് ഗ്രന്ഥികളും വരിക. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ രണ്ട് ഹോർമോൺ പഠിച്ചു, ആഗ്നേയഗ്രന്ഥി എന്ന് വരുന്നത് പഠിക്കണം, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പഠിക്കാം, നോർമൽ റേറ്റ് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ 110 കേട്ടോ, 90-110 കാണപ്പെടുക. 70-110 ഇവിടെ കാണുക, ടെക്സ്റ്റ് ബുക്ക് കിടക്കുക. ഓക്കെ, രണ്ട് വന്നാലും ആൻസർ ശരിയാണ്. PSCയുടെ ആൻസറും 70-110. ഓക്കെ, ഒന്ന് നോർമൽ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ഏതാണ്? HPV. നെക്സ്റ്റ് വൺ. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾക്ക് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ ഇതല്ല, ഷാജിയും അബ്ദുൽ കലാമിയും ഫുജിയയും കൊല്ലവുമുണ്ട്. നെക്സ്റ്റ് ചോദ്യം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലുള്ള വെള്ളത്തിൻ്റെ താപനില മുകളിലുള്ള വെള്ളത്തിൻ്റെ താപനിലയേക്കാൾ കൂടുതലാണ്. കാരണം എന്താണ്? കാരണം വീഴുന്ന വെള്ളത്തിൻ്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് ചോദ്യം. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു, മർദ്ദം കുറഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ആൻസർ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു. താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവമല്ലാത്തത് ഏതാണ്? ആൻസർ സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്.
സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത്? ആൻസർ സ്പേസ് എക്സ് ആണ്. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയാണ്? ആൻസർ 7 മുകളിൽ. നെക്സ്റ്റ് വൺ, അറ്റോമിക സംഖ്യ 23 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? ആൻസർ ഡി ബ്ലോക്ക്. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? ആൻസർ 5. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീലിംഗ് എലിമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം. നെക്സ്റ്റ് വൺ, രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ശരിയായവ കണ്ടെത്തുക. 1, 2, 3 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ഉത്തരം. പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണനാണ്. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. നെക്സ്റ്റ് വൺ, എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തരം സാഹിത്യമഞ്ജരി 4ാം ഭാഗം. ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണ്? ഉത്തരം നളചരിതം ആട്ടക്കഥ. 2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം 3 തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് വൺ, ശരിയായ മാത്രം കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തത്, 286 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത് എത്ര ദിവസം? 286 ദിവസം. സുനിത വില്യംസും ബുച്ച് വിൽമോർ 286 ദിവസം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം, 3/8 ദശാംശ രൂപം എത്രയാണ്? ആൻസർ 0.375. 53 ക്വസ്റ്റ്യൻ. ഒരു ദ്രാവകത്തിൽ ആസിഡും വെള്ളവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 10 ലിറ്റർ ആസിഡ് ഒഴിച്ചപ്പോൾ 3:1 എന്ന അംശത്തിൽ ആയിപ്പോയി. ഇപ്പോൾ ദ്രാവകത്തിൽ എത്ര ലിറ്റർ ആസിഡും വെള്ളവും ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ്, 18/6. ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, അപ്പുവിൻ്റെ അമ്മയുടെ പ്രായം അപ്പുവിൻ്റെ പ്രായത്തിൻ്റെ 9 മടങ്ങാണ്. 9 വർഷം കഴിയുമ്പോൾ ഇത് 3 മടങ്ങായി മാറും. എന്നാൽ അപ്പുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3. കോണുകളുടെ തുക 8200 ആയ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ആൻസർ 47. ഒരു സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം വശത്തിൻ്റെ നീളത്തിൻ്റെ എത്ര മടങ്ങാണ്? ആൻസർ ഓപ്ഷൻ ഡി, √2. ഒരു ക്ലോക്കിലെ സമയം 10:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി. ഇതിനൊക്കെയുള്ള ഓരോ പ്രോബ്ലത്തിൻ്റെയും ഒരു ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? ഒരു 3-4 ഇക്വേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതിനൊക്കെ 11/2 അല്ലേ, -30h മൈനസ് അങ്ങനെയൊക്കെ ഇക്വേഷൻസ് ഉണ്ട്. 30h - 11/2 അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ആ ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുക. ഓക്കെ. അപ്പോൾ അത് കോണിൻ്റെ ആണെങ്കിൽ ആ ഇക്വേഷനാണ്, ഇന്നതിൻ്റെ ഇന്ന ഇക്വേഷനാണെന്ന് എഴുതി വെക്കുക. കണക്കൊട്ടും അറിയാൻ പറ്റലാണ്. അപ്പോൾ അത് ഒന്നുകൂടി പരീക്ഷിക്കുക, തൊട്ട് മുന്നൊന്ന് നോക്കിയിട്ട് കയറണം. ഓക്കെ. നെക്സ്റ്റ്, 0.25 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.25 കിട്ടുക? ഗുണിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി, 16. 3നും 81നും ഇടയിൽ 2 സംഖ്യകൾ ചേർക്കുക. അങ്ങനെ ചേർക്കുന്ന ക്രമം ഒരു സമഗുണിത ശ്രേണിയാണ് എങ്കിൽ ആ 2 സംഖ്യകൾ ഏതല്ല? ആൻസർ ഓപ്ഷൻ എ ആണ്, 927. ഒരു വാഹനം യാത്രയുടെ ആദ്യ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 km/മണിക്കൂർ വേഗത്തിലും 120 കിലോമീറ്റർ 20 km/മണിക്കൂർ വേഗത്തിലും പോയി. എന്നാൽ മുഴുവൻ യാത്രയിലെയും ശരാശരി വേഗത എത്രയാണ്? ശരാശരി വേഗത കാണുവാനുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 24. നെക്സ്റ്റ്, BNS പ്രകാരം, അതായത്
അതിൻ്റെ കേരള പോലീസ് സെക്ഷൻ വൈസുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് BNS പ്രകാരം ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഏകാന്ത തടവ് ഒരു സാഹചര്യത്തിലും എത്ര ദിവസം അധികരിക്കാൻ പാടില്ല? ആൻസർ 14 ദിവസം. BNSൻ്റെ ഏത് അധ്യായമാണ് ക്രമസമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അധ്യായം 11. BNSന് 11-ാം അധ്യായം. നെക്സ്റ്റ്, കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സംസ്ഥാന പോലീസ് മേധാവി. കേരള പോലീസ് ആക്ട് പ്രകാരം സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ്റെ സെക്രട്ടറി ആരാണ്? സംസ്ഥാന പോലീസ് മേധാവി. ഒരു വ്യക്തി വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഗൂഢാലോചന മറച്ചുവെക്കുകയും ആ കൃത്യം നടക്കുകയും ചെയ്താൽ അയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, 7 വർഷം വരെ തടവ്. BNS അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കേണ്ടതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സെക്ഷൻ 47. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 താഴെ പറഞ്ഞിരിക്കുന്നവയിൽ എന്തിനെപ്പറ്റി വിശദീകരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, കമ്മ്യൂണിറ്റി പോലീസിംഗ്. കേരള പോലീസ് ആക്ട് സെക്ഷൻ 64 കമ്മ്യൂണിറ്റി പോലീസിനെ പറ്റിയാണ് പറയുക. സെക്ഷൻ 64 കമ്മ്യൂണിറ്റി പോലീസിംഗ്. ഭാരതീയ സാക്ഷ്യ അധിനിയമിൽ ഏത് സെഷനാണ് പോലീസ് ഉദ്യോഗസ്ഥനോട് നടത്തുന്ന കുറ്റസമ്മതം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ കുറ്റാരോപിതനായ വ്യക്തിക്കെതിരെ തെളിയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 23. ആരെങ്കിലും ആംഗ്യമോ തയ്യാറെടുപ്പോ മുഖേന ഒരു വ്യക്തിക്ക് തനിക്കെതിരെ ക്രിമിനൽ ബലപ്രയോഗം നടത്താൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുവാനോ അത്തരത്തിൽ ഭയമുളവാക്കുവാനോ ചെയ്താൽ അയാൾ ഡാഷ് എന്ന കുറ്റകൃത്യം ചെയ്തതായി കണക്കാക്കാവുന്നതാണ്. ആൻസർ ഓപ്ഷൻ സി, ആക്രമണം. ഭാരതീയ സാക്ഷ്യ അധിനിയം പ്രകാരം കാരിക്കേച്ചർ ഒരു ഡാഷാണ്. കാരിക്കേച്ചർ ഒരു രേഖയാണ് അല്ലേ? കാരിക്കേച്ചർ ഒരു രേഖ വരയ്ക്കെന്ന് പറഞ്ഞ പോലെ. ഒരു ഗ്രാമത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയോ താഴെ പറയുന്ന ചില വസ്തുതകളെപ്പറ്റി അറിയിക്കേണ്ടതാണ്. എന്തറിയിക്കണമായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. എന്തൊക്കെ അറിയിക്കണം? 2 എക്സും വൈയും അറിയിക്കണം അല്ലേ? അതായത് മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രസിദ്ധ വ്യക്തിയുടെ ഗ്രാമത്തിനകത്തോ അടുത്തുള്ള സ്ഥിരമോ താൽക്കാലികവുമായ താമസ സ്ഥലം. പിന്നെ ഗ്രാമത്തിലെ സമീപത്തോ പെട്ടെന്നുള്ളതോ അസ്വാഭാവികമായോ ആയ മരണം സംഭവിക്കുകയോ സംശയാസ്പദമായ സാഹചര്യത്തിൽ മരണം സംഭവിക്കുകയോ ചെയ്യും. അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലോ സമീപത്തിലോ ഏതെങ്കിലും മൃതദേഹത്തിൻ്റെ ഭാഗമോ കണ്ടെത്തുകയോ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പോലീസ് സ്റ്റേഷനിലോ മജിസ്ട്രേറ്റോ നമ്മൾ അറിയിക്കേണ്ടതാണ്. അദ്ദേഹം കണ്ടാൽ അറിയിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ആരാണ് ട്രാഫിക് സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തദ്ദേശ ഭരണത്തലവൻ. ട്രാഫിക് സംരക്ഷണ സമിതിയുടെ തദ്ദേശ ഭരണത്തലവൻ. നെക്സ്റ്റ് വൺ, ഒന്നിലധികം കുട്ടികളെ കടത്തുന്നത് ഉൾപ്പെടുന്ന കുറ്റകൃത്യത്തിന് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? 14 കൊല്ലത്തിൽ കുറയാത്ത കഠിന തടവ്. NDPS നിയമം ആർക്കെല്ലാം ബാധകമാകും? ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ സെക്ഷൻ 31A പ്രകാരമുള്ള വധശിക്ഷ ഏതൊക്കെ കുറ്റങ്ങൾക്ക് ബാധകമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സെഷൻസ് 19, 24, 27A. നാർക്കോട്ടിക് ഡ്രഗ്സിൻ്റെ കാര്യം സെഷൻസ് 19, 24, 27A. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് എന്ന് പറയും. നാർക്കോട്ടിക് ഡ്രഗ്സ് 19, 24, 27. നെക്സ്റ്റ്,
ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന മിസ്റ്റർ ബിക്കെതിരെ മിസ്റ്റർ എ തെറ്റായ പരാതി നൽകുന്നു. തൻ്റെ സെൻറ്ററിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന്. മിസ്റ്റർ ബിയെ അപമാനിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പരാതി. എ എന്ത് കുറ്റമാണ് ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി. പോക്സോ ആക്ട് സെക്ഷൻ 22 പ്രകാരം തെറ്റായ പരാതി നൽകിയതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. തെറ്റായ പരാതി കൊടുത്തതിന് എ കുറ്റം ചെയ്തിട്ടുണ്ട്. കൂടാതെ 6 മാസം വരെ തടവിന് അർഹനുമാണ്. തെറ്റായ പരാതി കൊടുക്കാനും പാടില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ. പോക്സോയെ സംബന്ധിച്ച് താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പോക്സോ ആക്ട് പ്രകാരം രൂപീകരിച്ച പ്രത്യേക കോടതിയുടെ അനുമതിയില്ലാതെ ഒരു മാധ്യമത്തിലെ റിപ്പോർട്ടിൽ ഇരയായ കുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ പാടില്ല. പോക്സോ ആക്ട് ആണ്. നെക്സ്റ്റ്. ബിയുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ മിസ്റ്റർ എ ബിയുടെ അഭാവത്തിലും അനുവാദമില്ലാതെയും വഞ്ചനാപരമായി ഡൗൺലോഡ് ചെയ്ത് പകർത്തുന്നു. എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാൻ കഴിയുമോ? എന്താണ് ആൻസർ? ഓപ്ഷൻ എ ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66 പ്രകാരം എയെ ക്രിമിനൽ ബാധ്യതയ്ക്ക് വിധേയനാക്കാം അല്ലേ? അവരുടേത് അടിച്ചു മാറ്റുക എന്നുള്ളതിനകത്താണ് 66A പറയുക. അടിച്ചു മാറ്റുക. നെക്സ്റ്റ് വൺ. വിവരസാങ്കേതിക നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞതിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഒന്ന് മാച്ച് ചെയ്യുക. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതൊക്കെയാണ് ശരി? ഇതൊന്നും ശരിയല്ലെന്നുള്ളതാണ്. നമുക്കത് തൽക്കാലം വിടാം. നെക്സ്റ്റ്. വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ. പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രേക്ഷക. നെക്സ്റ്റ് വൺ. നിഷ്ഫലയത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. കാകദന്ത ഗവേഷണം. കടുപ്പമാണ് മലയാളം അല്ലേ? നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപം എന്താണ്? നിരാമയം എന്ന പദത്തിൻ്റെ പിരിച്ചെഴുത്ത് രൂപം ഏതാണ്? നിർ പ്ലസ് ആമയം. നിർ പ്ലസ് ആമയം. സമത എന്ന വാക്കിന് സമാനാർത്ഥമുള്ള പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. തുല്യത. 12 വർഷക്കാലം എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ആൻസർ വ്യാഴവട്ടം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, ചൊന്നവർ. നെക്സ്റ്റ് വൺ. ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി, അഷ്ടമുടി. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം. ഈ വരികളുടെ സമാനാശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പാലോട് ചേർന്ന വെള്ളവും പാലാകും. പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷാ പദം എത്രയാണ്? ആൻസർ പ്രാകൃതമായ. നെക്സ്റ്റ് ഓപ്ഷൻ ബി ഉത്തരമാണ്. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, കാനനം, ഗഹനം, വിപിനം. നെക്സ്റ്റ്. ചേഞ്ച് ദ ഫോളോയിങ് ഇൻടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ദ ടീച്ചർ സെഡ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. നെക്സ്റ്റ് വൺ. ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ്. തെറ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് കറക്റ്റാക്കി എഴുതുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്തെഴുതണം? ശരി ഉത്തരം മാത്രം എഴുതി വെക്കുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019 അല്ലേ? സിൻസ് വരുമ്പോഴാണ് ഹാവ് ബീൻ വർക്കിംഗ് ഒക്കെ വരിക. ഓക്കെ, ഹാവ് ബീൻ വരുന്നു ഓർത്താൽ മതി. 2019 വന്നതും സിൻസ് വന്നുകൊണ്ടാണ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2019. നെക്സ്റ്റ് ചോദ്യം. പിക്ക് ഔട്ട് ദ കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി സെൻറ്റൻസ്.
കമ്പാരിറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് എഴുതുക. ഇതിൽ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണെന്ന് നോക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മൈ കാർ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. ഫാസ്റ്റർ ദാൻ യുവേഴ്സ്. ഫാസ്റ്റർ ദാൻ ആണ് എപ്പോഴും വരിക കേട്ടോ. ഫാസ്റ്റർ ദാൻ ആണ്. ഫാസ്റ്റ്, ഫാസ്റ്റർ ദാൻ, ഫാസ്റ്റസ്റ്റ് വരാം. സൂപ്പർലേറ്റീവ് ഫാസ്റ്റസ്റ്റ് വരാം. ഫാസ്റ്റർ ദാൻ ആണ് കമ്പാരിറ്റീവ് ഡിഗ്രി. എപ്പോഴും ദാൻ കമ്പാരിറ്റീവിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് മോർ ദാൻ പറയുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി എപ്പോഴും ദാൻ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേങ്കിൽ ഇവിടെ ഫാസ്റ്റസ്റ്റ് ദാൻ കിടപ്പുണ്ടല്ലേ. അപ്പോൾ ഫാസ്റ്റസ്റ്റ് ഫസ്റ്റ് എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണിത്. ഈ ദാൻ പക്ഷേ അല്ല ദാൻ. അപ്പോൾ ഫാസ്റ്റർ ദാൻ ആണെന്ത്? കമ്പാരിറ്റീവ് ഡിഗ്രി. ദാൻ നോക്കുക. ഒരു ഹിൻറ്റ് പറഞ്ഞുള്ളതേ ഉള്ളൂ. ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ടു ദി ഫോളോയിങ് സെൻറ്റൻസ്. ലെറ്റ് us ഗോ ഫോർ എ walk. ലെറ്റ് us വന്നു. ആൻസർ ഓപ്ഷൻ സി, shall we. Complete the sentence by adding a suitable word given below. If she had studied harder, she dash passed the examination. Answer option C, would have. Select a sentence with the correct collective noun. Collective noun. ഇവിടെ നോക്കുക. ഇവിടെ എ പ്രൈഡ് ഓഫ് ലയൺസ്, എ ഫ്ലീറ്റ് ഓഫ് കൗസ്, എ ബണ്ടിൽ ഓഫ് ബേർഡ്സ്, എ ട്രൂപ്പ് ഓഫ് ഫിഷ്. ഇതിൽ ശരിക്കുള്ള ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം എ പ്രൈഡ് ഓഫ് ലയൺസ്. എ പ്രൈഡ് ഓഫ് ലയൺസ് റോംഡ് ദ ഫോറസ്റ്റ്. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സ്യൂട്ടബിൾ. വൺ വേർഡ്. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഈസ് കോൾഡ്. അല്ലേ, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അവൻ എന്ത് വിളിക്കും നമ്മൾ? ഓപ്ഷൻ സി, എത്തിസ്റ്റ്. എത്തിസ്റ്റ് എന്നാണ് വിളിക്കുക. ചൂസ് ദ ആൻറ്റോണിം. അബണ്ടൻറ്റ്. ആൻറ്റോണിം എഴുതുക. ആൻസർ ഓപ്ഷൻ സി, സ്കാൻറ്റിലി. നെക്സ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ്, മിസേലിയസ് എന്നുള്ള സ്പെല്ലിംഗ് ആണ്. ഫസ്റ്റ് വൺ ആണ് കറക്റ്റ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ മിനിസ്റ്റർ പ്രിസൈസ് ദ ഡാഷ് ദ മീറ്റിംഗ്. ആൻസർ ഓവർ. ഓവർ ദ മീറ്റിംഗ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 24-ലെ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ ആൻസർ കീ എന്ന് വരുന്നുണ്ട്. അതിപ്പോൾ ഒന്നുകിൽ ഇന്നോ നാളെ നമുക്കിടാം. ഇന്ന് തന്നെ ഇടാം, ഇന്ന് നാളെ ഇടാൻ പോകുന്നു. അപ്പോൾ 24-ലെ ഉണ്ട്, 23-ലും ഒക്കെ ഉണ്ട്. പോലീസ് കോൺസ്റ്റബിൾ തസ്തികയുടെ ആൻസർ കീസ് മാത്രം, അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, മറ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിച്ചിട്ട് ഇതിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് വേറെയാണ്, പ്രിലിംസ് ക്വസ്റ്റ്യൻ ടൈപ്പ് വേറെയാണ്. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക, അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും, അതുപോലെ വുമൻ റെസ്ക്യൂ ഫോറസ്റ്റിൻ്റെയും അതുപോലുള്ള വുമൻ പോലീസിൻ്റെയൊക്കെ ചെയ്ത് പഠിക്കുക. ബീറ്റ് ഫോറസ്റ്റ് ഉണ്ട്, മറ്റെന്താ ഫോറസ്റ്റ് സർവീസിൻ്റെ വേറെ, വുമൻ റെസ്ക്യൂ സർവീസിൻ്റെ ഉണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ അല്ലാതെ ഇതിൻ്റെ കൂടെ പ്രിലിംസിന് ചോദ്യ പേപ്പർ ചെയ്തിട്ട് 10th പ്രിലിംസ് ചെയ്തിട്ട് ഇത് പരീക്ഷ എഴുതാമെന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പോൾ ഷോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു അഗെയിൻ.